കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് ടീമിൻ്റെ ഗർ എന്ന സിനിമ ഇന്ന് റിലീസായി. ഞാനിപ്പോൾ സിനിമ കണ്ട് വന്നതേ ഉള്ളൂ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് JK ആണ്. ഈ JK എന്ന് കേൾക്കുമ്പോൾ JK സംവിധാനം ചെയ്ത ഒരു ചിത്രം നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ എസ്ര എന്ന സിനിമ, ഒരു ഹൊറർ സിനിമ. ആ സിനിമയ്ക്ക് ശേഷം JK എന്ന പേര് ഇപ്പോഴാണ് ഞാൻ സംവിധായകൻ JK എന്ന് കാണുന്നത്. എന്തായാലും അതിനൊപ്പം തന്നെ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമയാണ്. ഈ സിനിമാ പ്രേമികൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഉറുമി എന്ന ചിത്രം ഓഗസ്റ്റ് സിനിമയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് സിനിമ അന്ന് ഉറുമി നിർമ്മിച്ചപ്പോൾ ആ സിനിമയിൽ നിർമ്മാതാവായി പങ്കാളികളായിരുന്നത് പൃഥ്വിരാജും ഷാജി നടേശനും ആര്യയുമായിരുന്നു. പിന്നീട് ഓഗസ്റ്റ് സിനിമയിൽ നിന്നും പൃഥ്വിരാജ് വിട്ടുപോയതിനെ തുടർന്ന് ഇപ്പോൾ ഓഗസ്റ്റ് സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർമാരായി ഷാജി നടേശനും ആര്യയുമാണ് ഇപ്പോൾ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് സിനിമ എന്ന് എഴുതി കാണിക്കുമ്പോൾ പഴയ ഉറുമിയുടെ ഒരു പശ്ചാത്തല സംഗീതവും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടക്കത്തിൽ. ഗർ എന്ന ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീനുകൾ തിയേറ്ററിൽ ചിരി പടർത്തുന്നവയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും കുഞ്ചാക്കോ ബോബൻ തനതായ ഒരു ശൈലിയിലൂടെ അഭിനയിക്കുമ്പോൾ സുരാജ് അതിനനുസരിച്ച് കോമഡികളും വർക്കൗട്ട് ചെയ്ത് തിയേറ്ററിൽ ഒരു ആകമൊത്തം ഒരു ചിരിയുടെ ഒരു ശബ്ദമായിരുന്നു മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്. സിംഹത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടു പോകുന്ന കുഞ്ചാക്കോ ബോബനെ രക്ഷിക്കാനായി സുരാജ് ചെല്ലുന്നതും പിന്നീടുണ്ടാകുന്ന നാടകീയമായ ചില സംഭവങ്ങളുമാണ് സിനിമയ്ക്കുള്ളിലെ പ്രതിപാദ്യ വിഷയം. അതിൻ്റെ കൂടെ സൈഡിലൂടെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പ്രണയവും ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് ഒപ്പം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ഫാമിലി ആയിട്ട് അങ്ങ് സിങ്കായി അങ്ങനെ പോകുന്ന ഒരു ചിത്രമാണ് ഈ ഗർ എന്ന സിനിമ. എന്തായാലും കണ്ടിരിക്കുമ്പോൾ ഒരു ഫൺ എൻ്റർടൈനർ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അത്തരത്തിലുള്ള ഒരു സിംഹവുമായിട്ടുള്ള ആ കോമ്പിനേഷൻ സീൻസ്, അതായത് ഈ കുഞ്ചാക്കോയും സുരാജും ഈ സിംഹവുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ കുറേ നല്ല ഫൺ എലിമെൻറ്റ്സ് അതിനകത്ത് ഉണ്ട്. അത് ഫൺ എലിമെൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊരു മുൾമുനത്തുമ്പിൽ ഇരുന്ന് കാണേണ്ട സിനിമയൊന്നുമല്ല. ഇതൊരു സിംഹം ഇതിനകത്തുണ്ടെങ്കിലും വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന, ചിരിച്ച് രസിക്കാവുന്ന ഒരു ചിത്രമാണ് ഗർ എന്ന ചിത്രം. 3 പേരുണ്ട് സംഗീത സംവിധായകരായി ഈ ചിത്രത്തിൽ. അപ്പോൾ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ പാട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ വന്നു പോകുന്നുണ്ട്. എല്ലാം നമുക്ക് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന ഗാനങ്ങളാണ്. അതായത് കൂടുതലും നല്ല വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസിൻ്റെ അകമ്പടിയോട് കൂടിയുള്ള ചില നല്ല ഒരു കേട്ടിരിക്കാൻ രസമുള്ള പാട്ടുകളാണ്. തിയേറ്ററിൽ കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഈ തിയേറ്ററിൽ കാണുമ്പോൾ ആ പാട്ടുകൾക്ക് നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു രസം, തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഈ ഗാനങ്ങൾക്ക്. പശ്ചാത്തല സംഗീതവും നന്നായിട്ടുണ്ട്. അവസരത്തിനൊത്ത് ഉയർന്ന പശ്ചാത്തല സംഗീതവുമാണ് സിനിമയ്ക്കുള്ളത്. മ്യൂസിയത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് മ്യൂസിയത്തിലുള്ള ജീവികളെയും മറ്റും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിനുള്ളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ ഒരു ഹാസ്യാത്മകമായ രീതിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രമേശ് പിഷാരടി ഒരു ന്യൂസ് അവതാരകൻ്റെ റോളിൽ വന്നിട്ട് അങ്ങനെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ സിനിമ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇതൊരു മുതിർന്നവരെക്കാളേറെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറേ എലിമെൻസുകൾ ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. അതുകൊണ്ട് കുട്ടികളും ആയി തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണുന്നതായിരിക്കും ഉത്തമം എന്നെനിക്ക് തോന്നുന്നു. ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ ചെന്ന് നമ്മൾ കാണുമ്പോൾ ഇതൊരു ഫൺ ആൻഡ് എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ മാത്രം ഒരു വാക്കുകൾ മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടിരിക്കുന്ന 2 മണിക്കൂർ നമ്മൾക്കൊരു ടോട്ടൽ എൻ്റർടൈനറാണ്. നല്ലൊരു ഫൺ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും സിനിമ ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഗിർ എന്ന ചിത്രം ഒരു ഫാമിലി മൂവിയായി മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും ആയി ഒരുമിച്ച് പോയി കാണാവുന്ന ഒരു നല്ല ചിത്രമാണ് ഗർ എന്ന സിനിമ.